സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതങ്കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമജടതകർത്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ വിനുടൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. 28ാമത്തെ ദശകത്തിൽ പാലാഴി മഥനത്തിൻ്റെ സമയത്ത് പാലാഴിയിൽ നിന്ന് പൊന്തി വന്ന വസ്തുക്കളെക്കുറിച്ചാണ് ഈ ദശകത്തിൽ അധികവും പ്രതിപാദിക്കുന്നത്. ആദ്യ ഭാഗത്തൊക്കെ കാളകൂട വിഷം ആദ്യം ഉണ്ടായി എന്നും ശ്രീ പരമേശ്വരൻ അതിനെ പാനം ചെയ്ത് ലോകരക്ഷ ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെയോ വിമതത്സു സുരാസുരേഷു, സുരന്മാരും അസുരന്മാരും ചേർന്ന് കടഞ്ഞപ്പോൾ സുരഭി ഉണ്ടായി, കാമധേനു. അതിനെ പിന്നെയോ അപ്സര സ്ത്രീകൾ, അതുപോലെ തന്നെ പാരിജാതം അപ്സര സ്ത്രീകൾ, അതുപോലെ തന്നെ കാമധേനു ഇവയെ ദേവന്മാർ സ്വീകരിച്ചു. ഉച്ചൈശ്രവസ് എന്ന് പറഞ്ഞിട്ടുള്ള കുതിരയെ, ഹയരത്നം, ഹയ എന്ന് പറഞ്ഞാൽ കുതിര, മഹാബലി സ്വീകരിച്ചു. അസുരന്മാരുടെ ഉച്ചൈശ്രവസ് മഹാബലിയുടെ എണ്ണമാണ്. അതാത് ആൾക്കാർ സ്വീകരിച്ചു. ഇനി അതിനു ശേഷം പറയുന്നു, ജഗദീശ ഭവത്പരാതദാനീം കമനീയ കമലാ ബഭൂവദേവി അമലാമവലോക്യ യാം വിലോല സകലോഭിസ്പൃഗയാം ബഭൂവലോക. അല്ലയോ ജഗദീശ എന്ന് വിളിക്കണം സംബോധന. അതിനുശേഷം എന്തേണ്ടായി? കമനീയ കമല, അതിസുന്ദരിയായിട്ടുള്ള മഹാലക്ഷ്മി പാലാഴിയിൽ നിന്ന് ഇങ്ങോട്ട് പൊന്തി വന്നതാണ്. സിന്ധുജ എന്നൊക്കെ പേരുണ്ട്. കമലജ, സിന്ധുജ, വാരിജ ഒക്കെ പേര് വരാൻ വെള്ളത്തിൽ നിന്നുണ്ടായവൾ, താമരയിൽ നിന്നുണ്ടായ പത്മപ്രിയ, പത്മിനി, പത്മഹസ്തേ പത്മാലയെ പത്മദളായതാക്ഷി. വലിയൊരു താമരപ്പൂ വിരിഞ്ഞിട്ട് അതിലാണ് ഉണ്ടായത്. പത്മിനി എന്നുള്ള പേരുണ്ട്. താമരയിലിരിക്കുന്നവൾ, താമര കയ്യിൽ പിടിച്ചവൾ, വെള്ളത്തിൽ നിന്നുണ്ടായത് കൊണ്ട് സിന്ധുജ എന്നുള്ള പേരുണ്ട്. സാഗരസംഭവ, കനകധാര സാഗരസംഭവ ലക്ഷ്മി അവൾ ഉണ്ടായി. ഭവത്പരാതദാനി, എപ്പോഴും അങ്ങയെ ചിന്തിച്ചിരിക്കുന്നു, വേറൊരാളെ മനസ്സിൽ ചിന്തയില്ലാത്ത തദാനീം ഭവത്പരാ കമനീയ, രണ്ട് വിശേഷണം. ഒന്ന്, അങ്ങയെ തന്നെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവൾ. കമനീയ, വളരെയേറെ സുന്ദരിയും ആയ ലക്ഷ്മി ദേവി ഉദ്ഭവിച്ചു. ഭവത്പരാ കമനീയ കമല ബഭൂവു തദാനീം ബഭൂവു. അതിനുശേഷം കമല ഉണ്ടായി, ലക്ഷ്മി ഭഗവതി ആവിർഭവിച്ചു. അവൾ അമലയാണെന്ന് കണ്ട് അമലാമവലോക്യയാം വിലോല സകലോ വിസ്പൃഗയാം ബഭൂവലോക. അതീവ സുന്ദരിയായിട്ട് ലക്ഷ്മിയെ കണ്ടപ്പോൾ എല്ലാവർക്കും ആഗ്രഹമുണ്ടായി. ലക്ഷ്മിയെ വേണ്ടാന്ന് ആർക്കാണ്ടാവുക? 7 കോടി കിട്ടും, 30 റുപ്യ മുടക്കിയാൽ എന്ന് പറഞ്ഞാൽ ആരാ ടിക്കറ്റ് അല്ലേ? വെറുതെ ഒന്ന് എടുത്ത് നോക്കിയാൽ കിട്ടി, പോയാൽ 30 റുപ്യയിൽ ചായ കുടിക്കണ പൈസയല്ലേ ഉള്ളൂ. എല്ലാവരും എന്തിനാ അതെടുക്കണം? 7 കോടി കിട്ടിയാൽ കിട്ടട്ടെ. അപ്പോൾ ലക്ഷ്മിയോട് എല്ലാവർക്കും കമ്പുണ്ട്. ആർക്കും ഇല്ല കമ്പല്ലാത്തത് എന്നർത്ഥം. എല്ലാവരും സകലോപി, എല്ലാവരും സ്പൃഹയാം ബഭൂവ ലോക, ലോകക്കവളിൽ ആഗ്രഹം ഉണ്ടായി. ലക്ഷ്മിയെ കിട്ടണം, എനിക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹം അവിടെ കൂടിയവർക്കൊക്കെ ഉണ്ടായി. അമലാമവലോക്യയാം വിലോല, മനസ്സ് ഇളകിയിട്ട് എല്ലാവരുടെയും മനസ്സ് ഇളകി. ആ ലക്ഷ്മിയൊന്ന് തരാക്കാൻ എന്താ വഴി എന്ന് എല്ലാവരും ആഗ്രഹിച്ചു. ജഗദീശ ഭവത്പരാ കമനീയ, രണ്ട് വിശേഷ സുന്ദരിയാണ്, വിഷ്ണുവിൽ തൽപരയും ആണ്. ജഗദീശ ഭവത്പരാ തദാനീം കമനീയ കമല ബഭൂവദേവി, ബഭൂവ ആവിർഭവിച്ചു. അമലാമവലോക്യയാം വിലോല സകലോഭിസ്പൃഗയാം ബഭൂവലോക. ആ ദേവിയെ കണ്ടിട്ട് എല്ലാവരുടെ മനസ്സും ഇളകി, അവളിലേക്ക് പോയി മനസ്സ്. ഇന്ദ്രാദി ദേവന്മാരെല്ലാം ഈ ദേവിയെ പൂജിച്ചു എന്ന് പറയണം. ത്വയിദത്ത ഹൃദേ തദൈവ ദേവ്യൈ
തദ്ദേശേന്ദ്രോ മണിപീഠികാം വ്യധാരീൻ സകലോപകൃതാഭിഷേചനീയേൻ ക്ഷയത്താൻ ഹൃദയർഭിരഭ്യഷിഞ്ചൻ. ആരൊക്കെയാണ് ലക്ഷ്മി ദേവിയെ പൂജിച്ചത്? ദേവി ഭാഗവതത്തിൽ ലക്ഷ്മിയുടെ ആവിർഭാവം പറയുമ്പോൾ ആരൊക്കെ ലക്ഷ്മിയെ പൂജിച്ചു എന്ന് പറയുന്നുണ്ട്. സരസ്വതിയുടെ ആവിർഭാവം പറയുമ്പോൾ ആരൊക്കെയാണ് ഇതിനു മുമ്പ് സരസ്വതിയെ പൂജിച്ചതെന്ന് പറയുന്നുണ്ട്. ഒരു ക്രമമാണ് ദേവി ഭാഗവതത്തിൽ. ദുർഗയെ പറ്റി പറയുമ്പോൾ ആരൊക്കെ ദുർഗയെ പൂജിച്ചു എന്ന് ചോദ്യമുണ്ട് ജനമേജയൻ്റെ. അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നെ ആളൊക്കെ പൂജിച്ചു, അതിന് മുമ്പ് എന്നാൾ പൂജിച്ചു, അതിന് ചേട്ടൻ ആൾ പൂജിച്ചു. അപ്പോൾ ഇവിടെ ആരൊക്കെയാണ് പൂജിച്ചത്? ത്വയിദത്ത ഹൃദയ, ആരാഗ്രഹിച്ചിട്ടും കാര്യമൊന്നുമില്ല, ഭഗവാനിൽ വ്യക്തപ്പെട്ട മനസ്സോടുകൂടിയവൾ. ത്രിദശേന്ദ്ര, നേരത്തെ പറഞ്ഞല്ലോ 3 ദശകളുള്ള ഒരു ദേവന്മാർ. ഇന്ദ്രൻ, ദേവന്മാരോട് കൂടിയ ഇന്ദ്രൻ അപ്പോൾ തന്നെ നല്ലൊരു രത്നസിംഹാസനത്തിലെ ആ ദേവിയെ ഇരുത്തി. രത്നം കൊണ്ടുള്ളതായിട്ടുള്ളൊരു സിംഹാസനത്തിലാണ്ട് ഇരുത്തുകയാണ്. ത്വയിദത്ത ഹൃദയ തദൈവ ദേവിയെ ത്രിദശേന്ദ്രോ മണിപീഠികാംബ്യധാരീൻ. രത്നസിംഹാസനം ഒരുക്കി അതിൽ ദേവിയെ ഇരുത്തി. എവിടെയെങ്കിലും ഇരിക്കേണ്ടവളല്ല. എന്നിട്ടോ സകലോപകൃതാഭിഷേചനീയെ, അഭിഷേക മന്ത്രങ്ങളെ കൊണ്ട് ദേവിയെ അഭിഷേകം ചെയ്തു. ഭഗവത് സമുദ്രപീതകവിഷേയ വാസസീ സമുപാകരൽ വരുണസ്രജം വൈജയന്തിം മധുനാമത്ത ഷഡ്പദാം. വരുണൻ വൈജയന്തി എന്ന് പറഞ്ഞിട്ടുള്ള മാല കൊണ്ടുവന്ന് സമുദ്രം മഞ്ഞപ്പട്ടുടുപ്പിച്ചു. ഭൂഷണാനി വിചിത്രാണി, വിശ്വകർമാവ് പല ആഭരണങ്ങൾ, കർണാഭരണങ്ങളും ചങ്ങലകളൊക്കെ ദേവിയെ ധരിപ്പിച്ചു. ഹാരം സരസ്വതി, മാല ധരിപ്പിച്ചതോ സരസ്വതിയാണ്. അജോനാഗാച്ച കുണ്ടലേ, കുണ്ടലം ധരിപ്പിച്ചത് ബ്രഹ്മാവാണ്. ഇങ്ങനെ വിവിധ ദേവന്മാർ അവിടെ കൂടി വേണ്ടതൊക്കെ എല്ലാതും ചെയ്തു. സകലോപദേവനീയ എന്ന് ചുരുക്കിയിട്ടാണ് ഇവിടെ പറഞ്ഞത്. വിസ്തരിച്ചിട്ട് ഭാഗവത്തിൽ പറഞ്ഞു ഓരോരുത്തരും എന്തൊക്കെ കൊണ്ടുവന്നു. രത്നസിംഹാസനത്തിലിരുത്തിയിട്ട് അങ്ങനെ അഭിഷേകം ചെയ്തു. ആ മഹാലക്ഷ്മിയെ പൂജിച്ചു. ഏതൊരു ലക്ഷ്മിയെ ഭജിച്ചാലാണോ എല്ലാവിധ ദാരിദ്ര്യങ്ങളും, ദാരിദ്ര്യഭീതഹൃദയം ശരണാഗതം മാം ആലോകയ പ്രതിദിനം സദൈരവാംഗൈഹി. ഒന്ന് എൻ്റെ നേരെ നോക്കണേ ദേവി, എന്നാൽ എൻ്റെ കഷ്ടങ്ങളൊക്കെ തീരില്ലേ. അമ്മയ്ക്കൊരു നഷ്ടമില്ല. ശങ്കരാചാര്യരുടെ ദിശാദ്രാഗീയത്യ, അമ്മയുടെ ദീർഘമായിട്ടുള്ള കണ്ണുകളെ കൊണ്ട് എന്നെ ഒന്ന് നോക്കുമോ ഭഗവതി? ആ കടാക്ഷം കിട്ടിയാൽ പിന്നെ ഞാൻ ആരാണ്? എനിക്ക് വല്ല വിഷമോ ഈ ലോകത്തിലുണ്ടോ? അമ്മയ്ക്കൊരു നഷ്ടമില്ല, ഒന്ന് നോക്കിയാവോ? പക്ഷേ എനിക്കോ വലിയ ലാഭമുണ്ട് എന്ന് പറയണം. അപ്പോൾ ആ ഒരു നോട്ടം കൊണ്ട് എന്നെ അനുഗ്രഹിക്കണേന്ന് ശങ്കരാചാര്യന് തന്നെ ദേവി സംഗന്ധര ലഹരിയിൽ പറയും. അപ്പോൾ ആ ദേവിയെ ഭജിച്ചവർക്കൊന്നും സാമ്പത്തിക ബുദ്ധിമുട്ടോ ദാരിദ്ര്യം ഉണ്ടാവില്ല. സകലോപകൃതാഭിഷേചനീയേ ശ്രയർത്താം ശ്രുതിർഭിരഭ്യഷിഞ്ചൻ. മന്ത്രങ്ങളോടും സ്തോത്രങ്ങളോടും കൂടിയിട്ട് ആ ദേവിയെ പൂജിച്ചു എന്ന് പറയണം. അഭിഷേകജലാനുപാതിമുഗ്ധത്വതുവാങ്കൈരവഭൂഷിതാംഗവല്ലിം മണികുണ്ടലപീതചൈലഹാര പ്രമുഖേ താം അമരാദയോ അന്നഭൂഷൻ. ദേവന്മാർ മുതലായിട്ടുള്ളവരൊക്കെ അഭിഷേക ജലത്തിന് പിമ്പേ ചെന്ന് വീഴുന്ന മനോഹരമായിട്ടുള്ള നിന്തിരുവഴിയുടെ കടാക്ഷങ്ങളാൽ അലങ്കൃതമായിട്ടുള്ള ശരീരത്തോടു കൂടിയ ദേവിയെ രത്നകുണ്ടലം, മഞ്ഞപ്പട്ട് മുതലായവളെ കൊണ്ട് അലങ്കരിച്ചു. ഇവിടെ ശരിക്കും പറയാച്ചാൽ ദേവിയുടെ ശരീരത്തിൽ ആദ്യം വീണത് എന്താണ്? അഭിഷേക ജലം, മന്ത്രമാണ്. മന്ത്രങ്ങൾ. ആ മന്ത്രങ്ങൾക്ക് പിന്നാലെ മറ്റ് അലങ്കാരങ്ങളെ കൊണ്ട് ദേവന്മാർ അലങ്കരിച്ചു. അലങ്കൃതം അഭിഷേക മന്ത്രങ്ങളെ കൊണ്ട് ആദ്യം അലങ്കരിച്ചു. അത് നമ്മളെ അലങ്കാരം എന്ന് പറയില്ല, മന്ത്രങ്ങളെ കൊണ്ടുള്ള അലങ്കാരം എന്ന് പറയുമോ? പക്ഷെ അതിനുശേഷം രത്നകുണ്ടലം, മഞ്ഞപ്പട്ട്, മുത്തുമാല മുതലായ അലങ്കാരങ്ങളെ കൊണ്ടും ദേവിയെ എല്ലാ ദേവന്മാരും അലങ്കരിച്ചു. ആദ്യ അഭിഷേക ജലം കൊണ്ട്, മന്ത്രങ്ങളെ കൊണ്ട്, പിന്നെ ഈ വക ആഭരണങ്ങളെ കൊണ്ട്, പട്ടുവസ്ത്രങ്ങളെ കൊണ്ടും ദേവിയെ അലങ്കരിച്ചു. അഭിഷേക ജലാനുപാതിമുഗ്ധത്വതുവാങ്കേർ അവഭൂഷിതാംഗവല്ലിം. അവഭൂഷിതാംഗമായിട്ടുള്ള ശരീരം, മന്ത്രങ്ങളെ കൊണ്ട് ഭൂഷിതങ്ങളായിട്ടുള്ള ശരീരത്തിന് പിന്നാലെ മണികുണ്ടല പീതചേലഹാര, കുണ്ടലങ്ങൾ, അതേപോലെ തന്നെ മാല, മഞ്ഞപ്പട്ട്, ദേവിക്ക് മഞ്ഞപ്പട്ടാണ് മുതലായിട്ടുള്ളതിനെ കൊണ്ട് പ്രമുഖേർത്താം
അമരാതയോന്നഭൂഷണ അമരാത് ദേവന്മാർ, ആ ദേവന്മാർ ദേവിയെ അലങ്കരിക്കുകയും ചെയ്തു. ത്വയിദത്തകൃതേ തദേവ ദേവേ തിദിശേന്ദ്രോ മണിപീഠികാംബെദാരിയിൽ വലിയ ഒരു രത്നസിംഹാസനം ഒരുക്കി. സകലോപകൃതാഭിഷേചനീയൻ ഋഷയർത്താം ശ്രുതിഗിർഭിരഭ്യഷിഞ്ച ഋഷികൾ വേദമന്ത്രങ്ങളെ കൊണ്ടും സ്തോത്രങ്ങളെ കൊണ്ടും ദേവിയെ അഭിഷേകം ചെയ്തു. അഭിഷേകജലാനുപാതി മുഗ്ധാത്വതുവാങ്കേരവഭൂഷിതാംഗവലിം. അഭിഷേകത്തിന് ശേഷം അവിടെ ദേവന്മാർ മറ്റ് ആഭരണങ്ങളെ കൊണ്ട് ദേവിയെ അലങ്കരിച്ചു. ചങ്ങലാകർണാഭരണങ്ങളെ മുതലായിട്ടുള്ളതെ കൊണ്ട് മണികുണ്ടല പീതശേലകാര മനോഹരമായിട്ടുള്ള കുണ്ടലങ്ങളെ മഞ്ഞപ്പട്ട മുതലായവ കൊണ്ട് പ്രമുഖയർത്താം. അമരാതയോ അന്നഭൂഷൺ അമരാദികൾ ദേവന്മാരൊക്കെ ദേവിയെ പൂജിക്കുകയും ചെയ്തു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യദ്യർസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.